ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ നമ്മളുടെ പൂന്തോട്ടത്തിൽ എങ്ങനെ ലോൺ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും പൂന്തോട്ടത്തിൽ ഒരു പുൽത്തകിടി ഉള്ളത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുൽത്തകിടി ആട്ടോ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ തവണ അടുത്ത വീഡിയോ നമ്മുടെ ലോണിനെ പറ്റിയിട്ട്, അതായത് എങ്ങനെയാണ് പുല്ല് പിടിപ്പിച്ചിരിക്കുന്നതെന്നും എൻ്റെ ഗാർഡൻ്റെ ഐഡിയാസൊക്കെ എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും പഴയ വീഡിയോ കാണാത്തവർക്കും പുതിയ ആളുകൾക്കൊക്കെ ആയിട്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ എൻ്റെ ഈ ചെടിത്തോട്ടത്തിൽ പൂക്കളോടൊപ്പം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ലോൺ ഒന്ന് പരിചയപ്പെടുത്തുന്നു കേട്ടോ. വീടിൻ്റെ മുമ്പിലേ ഇതുപോലെ പച്ചപ്പുള്ള ലോണും അതുപോലെ എന്താ പറയുക നിറച്ച് ഒരു ചെറിയൊരു ആമ്പൽക്കുളവും നമുക്ക് മനസ്സിനും കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന തരത്തിൽ നമ്മൾ ഇതുപോലെ ചെടികളും പൂക്കളും നിറഞ്ഞ ഒരു പൂന്തോട്ടമൊക്കെ ആഗ്രഹിക്കാത്തവരാരുമില്ല. അപ്പോൾ അതുപോലെ ആഗ്രഹത്തിലാണ് നമ്മുടെ വീട് ഇവിടെ മാറിയതിന് ശേഷം പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം കുറച്ച് സ്ഥലം നമുക്ക് ചെടിത്തോട്ടത്തിനായിട്ട് മാറ്റി വെച്ചിരുന്നു. ആ ചെടിത്തോട്ടത്തിൽ ലോൺ പിടിപ്പിച്ച രീതി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. പലരും ആവശ്യപ്പെട്ടു എങ്ങനെയാണ് ലോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമുക്കൊന്ന് ഷെയർ ചെയ്യാമോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് പോയി കാണാത്തവർക്കായിട്ടാണ്. അതൊന്ന് കണ്ടോളൂ. ഇത് ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കാണൂ കേട്ടോ, എങ്ങനെയാണ് ഈ ലോൺ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതാണ് ലോൺ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ, ഒരു സൈഡ് കേട്ടോ. അതായത് നമ്മുടെ വീടിൻ്റെ നടുക്ക് വഴിയിട്ടിരിക്കുകയാണ്, ഗേറ്റ് അവിടെ നിന്ന് വഴിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ലോൺ സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലായിട്ട് ലോൺ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ചെറിയ രീതിയിൽ ആമ്പൽക്കുളം സെറ്റ് ചെയ്തിരിക്കുന്നത്. റെഡിമെയ്ഡ് ആമ്പൽക്കുളം തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ കൊക്കിരിക്കുന്ന ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഒരു കുന്ന് പോലെ മുകളിലേക്ക് പൊങ്ങി താഴത്തേക്ക് ചെറിയൊരു ചരിവാണ്. കണ്ടോ? ചരിവാണെങ്കിൽ കൂടിയും നമ്മുടെ റോഡ് സമനിരപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് പൊക്കത്തിൽ തന്നെയാണ് ഈ പുല്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം, മിറ്റിലിട്ടിരിക്കുന്ന ഭാഗം വഴി അതിനുശേഷം ഒരു ബോർഡർ വെച്ചിരിക്കുന്നു. ആ മിറ്റിലപ്പോൾ ഈ പെബിൾസിലേക്ക് കയറാതിരിക്കാനാണ്. കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിക്കി തെറിഞ്ഞ് ആ മിറ്റിലൊക്കെ വീണ്ടും പെബിൾസിലേക്ക് കയറിയിട്ടുണ്ട്. ഈ പെബിൾസ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാലോ, നമ്മുടെ ഈ പുല്ലുണ്ടല്ലോ, ഈ ഗ്രാസ് വളർന്ന് അത് കൂടുതൽ കാട് പിടിച്ച് അത് നമ്മുടെ വഴിയിലേക്ക് പോയി ഈ എന്താ പറയുക ലോണിൻ്റെ ഭംഗി കളയാതിരിക്കാൻ. ആ ബോർഡർ അങ്ങനെ ആകുമ്പോഴാണ് ആ ലോണിനൊരു പ്രത്യേക ഭംഗി. അപ്പോൾ അതൊരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്ത് ആർച്ച് പോലെയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മളിതുപോലെ ചെറിയ രീതിയിൽ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടിക മാത്രമേ വെച്ചിട്ടുള്ളൂ. മണ്ണ് കളഞ്ഞ ഒരു ഇഷ്ടിക മാത്രം വെച്ച് കെട്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചിരിക്കുന്നതാണ്. പെബിൾസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത്ര വലിയ വിലയൊന്നുമില്ല. ഒരു ചാക്കിന് അങ്ങനെ ഞങ്ങൾ വാങ്ങുമ്പോൾ 280 രൂപയായിരുന്നു. അതുപോലെ ഈ ഗ്രാസ് എന്ന് പറയുന്നത് കൊറിയൻ ഗ്രാസ് ആണ്. അതായത് നമ്മൾ ഗ്രാസാണ് ഏറ്റവും നന്നായിട്ട് നോക്കി വാങ്ങേണ്ടത്. ഈ ഗ്രാസിൽ ഞാനിപ്പോൾ നോക്കിയാൽ അറിയാം, കളകളൊന്നും കാര്യമായിട്ടില്ല, എന്ന് തന്നെ പറയാം. അത് ആ പുല്ലിൻ്റെയും കൂടി ഗുണമാണ്. പുല്ലിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ പുല്ല് നടാൻ ഉപയോഗിക്കുന്ന മണ്ണിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. മണ്ണ് നല്ല ചെങ്കൽ മണ്ണ്, കളയില്ലാത്ത മണ്ണ്, അതുപോലെ കളി കെട്ടാത്ത മണ്ണ്, ചെങ്കൽ മണ്ണായിരിക്കണം. അതുപോലെ കൂടുതൽ തറഞ്ഞു പോണ മണ്ണായിരിക്കരുത്. നമ്മൾ ഈ ചെങ്കല്ലൊക്കെ വെട്ടിയെടുക്കുമ്പോൾ മട എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ചുവന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആഴത്തിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണുകളാകുമ്പോൾ അതിനകത്ത് അധികം കളയൊന്നും ഉണ്ടാവില്ല. മേൽമണ്ണ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക, നിറച്ച് കളകൾ വരും മണ്ണ്. അപ്പോൾ മണ്ണ് വലിയ പ്രാധാന്യം തന്നെയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം മണ്ണിറക്കിയിട്ട് പറ്റാതായിട്ട് ലോൺ പിടിപ്പിക്കുന്ന ആൾ പറഞ്ഞു ആ മണ്ണ് പറ്റില്ല എന്ന് പറഞ്ഞ് അത് നിറച്ച് നമ്മുടെ ഈ മണ്ണിരകളൊക്കെ നന്നായിട്ട് മണ്ണ് കുമിക്കുന്ന തരത്തിലുള്ള മണ്ണായിരുന്നു. അങ്ങനത്തെ മണ്ണ് നമ്മൾ നോക്കിയെടുക്കരുത്, നല്ല മണ്ണ് തന്നെ നോക്കിയെടുക്കുക. നന്നായിട്ട് ലോൺ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിനെപ്പറ്റി. അപ്പോൾ അതുപോലത്തെ മണ്ണിനും പ്രാധാന്യമുണ്ട്, നമ്മുടെ ഈ പുല്ലിനും പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വഴി സമനിരപ്പായിട്ടുള്ള മുറ്റത്തിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പൊക്കി ആയിരിക്കണം പുല്ല് നടാനുള്ള മണ്ണ്
ഇട്ട് ഉറപ്പിക്കേണ്ടത്. നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് പുല്ല് നടുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രാധാന്യം നമ്മുടെ മുറ്റത്തിൻ്റെ അതേ ലെവലിൽ നിന്ന് തന്നെ പുല്ല് നടാതിരിക്കാൻ നോക്കുക. കാരണം മഴക്കാലത്തും ഒക്കെ ഈ പുല്ലിൻ്റെ അരിയൊക്കെ നമ്മുടെ വെള്ളത്തിൽ കൂടെ വന്നിട്ട് ഈ പുല്ലിൽ നമ്മുടെ നട്ടിരിക്കുന്ന ഗ്രാസിലേക്ക് കയറും. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ആ പുല്ലുകൾ നിറച്ചായ നമ്മുടെ ഈ ഗ്രാസിൻ്റെ ഭംഗി പോവും. അപ്പോൾ അത് കണ്ടോ. ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് നമ്മളിതുപോലെ ഗ്രാസ് നട്ട് മുകളിലേക്ക് ഒരു കുന്ന് പോലെ എടുത്തിരിക്കുക. കണ്ടോ, ഒരു മുകളിലേക്കൊരു കുന്ന് പോലെ എടുത്തിട്ട് അത് മുകളിലേക്ക് കൂട്ടി വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ അമ്പൽക്കുളം സെറ്റ് ചെയ്തിരിക്കുന്നത്. അമ്പൽക്കുളം കണ്ടല്ലോ, അമ്പൽക്കുളം അതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് അമ്പൽക്കുളമാണ് വച്ചിരിക്കുന്നത്. അതിനകത്ത് അമ്പലം നട്ടിട്ടുണ്ട്. അതിനുശേഷം താഴത്തേക്ക് ഇതുപോലെ 3 സൈഡിലേക്കും അല്ലെങ്കിൽ 4 സൈഡിലേക്കും ചരിച്ച് മണ്ണിട്ട് ഒരു കുന്ന് പോലെ ആക്കി എടുക്കാം. എനിക്കിതിൽ കൂടുതലും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. കാരണം എൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്ത് തന്ന ആൻ്റണി ചേട്ടനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. പിന്നെ അത് അതിനുശേഷം ഞാൻ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഒരു സൈഡ്. പൂക്കളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ പൂക്കളുടെ സീസൺ ആയതുകൊണ്ട് ഞാൻ പൂക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോണിൻ്റെ ഭംഗി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. കണ്ടോ, ഇതുപോലെ ആർച്ച് പോലെ ഡിസൈൻ ചെയ്ത് ബോർഡർ ശരിയാക്കാം. ബോർഡറിന് എപ്പോഴും വൈറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇപ്പോൾ മനസ്സിലായില്ല, ഇതൊരു മുകളിലേക്ക് കുന്നുപോലെ എടുത്തിരിക്കുന്ന ഒരു പോർഷനാണ്. ഇപ്പം ഇതൊരു സൈഡ്. മതിലിൻ്റെ ഒരു വശം നമ്മൾ കണ്ടല്ലോ. ഇനി അടുത്ത വശമാണ്, ഇത് കുറച്ച് ഏരിയ ഉള്ള വശമാണ്. നമ്മൾ ഗേറ്റ് കടന്നിങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇത് കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സ്ഥലവും ഒരുപോലെ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ആ സൈഡിൽ കൊടുത്ത പോലെ തന്നെ ആർച്ച് ഈ സൈഡിലും കൊടുത്ത് കുറച്ച് ഏരിയ മാത്രമാണ് ഇതുപോലെ മണ്ണിട്ട് പുല്ല് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതും കണ്ടാലറിയാം, മതിലിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മണ്ണിട്ട് പൊക്കിയിട്ട് താഴത്തേക്കൊരു ചരിവാണ്. അതും കുറച്ച് മണ്ണിട്ട് പൊക്കി തന്നെയാണ് പുല്ല് വെച്ചിരിക്കുന്നത്. കാരണം ഈ സമനിരപ്പിൽ നിന്നും മുകളിലേക്ക് തന്നെ വെച്ചാലാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആർച്ച് ഷേപ്പ് നമ്മൾ കൊടുത്തിട്ട് ഇതുപോലെ പെബിൾസ് വെച്ചിരിക്കുകയാണ്. കുറച്ച് നാളായി ഇതിൻ്റെ ബോർഡറൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭംഗി കുറവ്. അപ്പോൾ ഇതേപോലെ മതിലിൻ്റെ സൈഡ് കുറച്ച് വീതിയുള്ളൂ. ഇത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴാണ് ഇത്രയും വൈഡായിട്ട് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഒത്തിരി സ്ഥലത്താണ് ഈ ലോണൊക്കെ പിടിപ്പിച്ചിരിക്കുന്നതെന്നല്ല. നമ്മുടെ വീട് 15 സെൻറ്റ് സ്ഥലത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കിട്ടുന്ന കുറച്ച് ഏരിയയിൽ ഇതുപോലെ പൂന്തോട്ടവും ലോണും പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഒത്തിരി തരത്തിലുള്ള മരങ്ങളും ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എത്ര ഏരിയ കാണുന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറയുമോ ഇത്രയും മുറ്റമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയും. പക്ഷേ കുറച്ച് മുറ്റമുള്ളെങ്കിലും ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് കുറച്ച് സ്ഥലം ഇതുപോലെ പച്ചപ്പും അതുപോലെ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. ഗേറ്റ് കടന്ന് വരുമ്പോൾ ഉള്ള വ്യൂ ആട്ടത്. ഇത് അധികം ഏരിയ ഒന്നുമില്ല. ഇതിങ്ങനെ കാണുമ്പോൾ ഒത്തിരി ഏരിയ നിങ്ങൾക്ക് തോന്നുന്നതാണ്. നമ്മളിതുപോലെ എന്താ പറയുക, പുല്ലും ലോണൊക്കെ പിടിപ്പിച്ച് ഇതുപോലെ ആകുമ്പോൾ ഈ ഭംഗി കാണുന്നതാണ് കേട്ടോ. കൂടുതൽ സ്ഥലമൊന്നുമില്ല, ഒത്തിരി സ്ഥലത്തൊന്നും അല്ല ഇത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ കയറി വരെ നമുക്ക് വണ്ടി കയറാനുള്ള രീതിയിൽ വഴിയിടുക. അപ്പോൾ ഞങ്ങൾ വഴി ഇട്ടിട്ട് കാറൊക്കെ നമുക്ക് പുറച്ച് കയറ്റിയിട്ട് തിരിക്കാൻ വേണ്ടി ഈ ഭാഗത്തേക്കും കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഏരിയ ഇതുപോലെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ. പൂക്കളോടുള്ള കൊതി കൊണ്ട് ഇത് കാട് പിടിപ്പിച്ചോണ്ടായുണ്ട്. ഒത്തിരി ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ പൂക്കൾ ഇങ്ങനെ കാണണം നിറഞ്ഞു. അതാണ് എൻ്റെ ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും നിറച്ച് തിക്കായിട്ട് നിൽക്കുന്നുള്ള സ്ഥലത്ത് പൂന്തോട്ടവും ലോണും ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കെയർ ചെയ്യാതിരുന്ന ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ലോണിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ചിതലും അതുപോലെ മണ്ണിര പുറ്റാണ്. നിങ്ങൾ കണ്ടു കാണും. അത് ആ മണ്ണിൻ്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതലും അങ്ങനെ വരുന്നത്.
എന്ത് തന്നെയായാലും നമ്മളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഒഴിവാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ചിതലിന് സമയാസമയം ചിതലിൻ്റെ ഇത് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ പുൽത്തകടിയിലെ പുല്ല് ചെറുതായിട്ടിങ്ങനെ ഉണങ്ങി വട്ടം വട്ടം കരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് കാണിച്ചിട്ട് തന്നെ ലോണിലതില്ല കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണങ്ങി വട്ടം വട്ടം ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ കിട്ടുന്ന കടകളിൽ ചിതലിനുള്ള പ്രത്യേക മരുന്നുണ്ട്. ആ മരുന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. അതുപോലെ മണ്ണിരയ്ക്കും പ്രശ്നം, മണ്ണിലുള്ള മണ്ണിരനെ കളയാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സമയാസമയം നമ്മൾ കൊടുക്കണം. അല്ലാതെ വെറുതെ ലോൺ പിടിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കെയർ ചെയ്യാതിരുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ഇത് കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കാണുക. ഒരു പുതിയ പുതിയ വീടോ അതുപോലെ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് അത് ഉപകാരമായിരിക്കും. ഞാനിതിനകത്ത് പൂക്കളുടെ കാര്യത്തിലും ഈ ലോണിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇത് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം ഉണ്ടാക്കിയിട്ടായാലും നമ്മൾ ഈ ലോൺ അല്ലെങ്കിൽ പൂന്തോട്ടം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ലോൺ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലും കൊടുക്കാൻ മറക്കരുത്.